2 മാസത്തെ വെക്കേഷന് ശേഷം സ്കൂൾ ഡേ ആണ് കേട്ടോ. അപ്പോൾ 3 പേരും 3 സ്കൂളിലായതുകൊണ്ട് തന്നെ അവരൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോയാക്കണമല്ലോ, കാരണം അവർക്ക് പരിചയമില്ലാത്ത സ്കൂളല്ലേ. വലിയ ആളെ ചേർത്തത് EME ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞാൻ 5 കൊല്ലം പഠിച്ച സ്കൂളാണ്. അതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിച്ച ഒരുപാട് മാഷന്മാരുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മാഷന്മാർ അന്ന് എങ്ങനെയായിരുന്നു എന്നല്ല, ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൽ പെട്ടാണ് നമ്മുടെ ഫൈസൽ സാറ്, ഷാഹിദ മിസ് പ്ലസ് 2-ലായിരുന്നു, അതുപോലെ മൻസൂർ സാറ്, പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിച്ച അന്ന് അതുപോലെ നിൽക്കുന്നുണ്ട്. നമുക്ക് പ്രായമായാലും അവർക്ക് പ്രായമായില്ല കേട്ടോ. ഞങ്ങളൊക്കെ പഠിക്കുന്ന അന്ന് വൈറ്റ് ടോപ്പും നീല പാൻറ്റും ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡിലോട്ട് യൂണിഫോം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് ലേഡീസിനൊക്കെ കംഫർട്ടായിട്ടൊരു യൂണിഫോം എടുത്ത്, പിന്നെ പോരാ നേരത്തെ ബഷീർ സാറെ കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മോളെ ഇർഷാദ് സ്കൂളിലേക്ക് ആക്കി കൊടുത്തു. പക്ഷെ സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ പിന്നെ അധികം നിന്നില്ല, കാരണം ചെറിയ മോൾക്കും 9:30 വരാൻ പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ലേറ്റായി, പ്രോഗ്രാമൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവർ ആ ഒരു വെൽക്കം പാർട്ടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ വന്ന് അവർക്കൊക്കെ ബലൂണൊക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ പിന്നെ കഥാപാത്രങ്ങളൊക്കെ ഇറക്കിയിട്ടായിരുന്നു അന്നത്തെ ആ ഒരു പ്രോഗ്രാം നടത്തിയത്. കുട്ടികളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഉച്ചവരെ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കസിൻസിന്റെ കുട്ടികളുണ്ട്, അതുപോലെ ബ്രദറിന്റെ മോനുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ ചേർത്തി പോയതിന് ശേഷം ഇവളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഇവിടുത്തെ പാർക്കാണ് കേട്ടോ, കാരണം ഊഞ്ഞാലാടാനൊക്കെ. പിന്നെ ഞങ്ങൾ സ്കൂളിൽ ക്ലാസ്സൊക്കെ കണ്ടു. ക്ലാസ്സിൽ TV ഒക്കെ ആയി കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കുട്ടികളെ ക്യൂ ആയി കൊണ്ടുപോയിട്ട് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടാണ് കൊണ്ടുപോയി. മുബഷിറ മാമാണ് ഇവിടെ ക്ലാസ് ടീച്ചർ. അപ്പോൾ അവൾ ചിക്കൻ കഴിക്കാത്തത് കണ്ടപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നുള്ളിയിട്ട് കൊടുത്തതാണ് കേട്ടോ. ഫുഡൊക്കെ ഒരുമിച്ച് നല്ല നീറ്റായിട്ട് കഴിച്ചിട്ടാണ് അന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ പോയത് രണ്ടാമത്തെ മോളെ സ്കൂൾ ഇർഷാദി സ്കൂളിലായിരുന്നു, കാരണം അവൾ ആദ്യം ഇറക്കിയിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ആദ്യത്തെ സ്കൂളായതുകൊണ്ട് അതിൻ്റെ ഒരു പേടി ഉണ്ടാവുമല്ലോ വിചാരിച്ചത്. അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്.